Good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ക്രിയേഷൻ എന്ന ടോപ്പിക്കാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ക്രിയേഷൻ ആണ്. സോ കമ്പനി ക്രിയേഷൻ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? സോ കമ്പനി ക്രിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഗേറ്റ് വേയിൽ വന്നിട്ട് കമ്പനി ഇൻഫോന്ന് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ വി ഹാവ് ടു പ്രൊവൈഡ് സം ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദി കമ്പനി. അതെന്തൊക്കെയാണ് നോക്കാം. അപ്പൊ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കമ്പനി ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ എന്തിനാ ആദ്യം സ്റ്റാർട്ടിൽ വരിക, ദെൻ ടാലി EPR9 എന്തെയും നമ്മൾ സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ടാലി എന്തെയും ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഡ്യൂക്കേഷൻ മോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ് വേ ടാലിയിലേക്ക് എത്തി. ഗേറ്റ് വേ ടാലിയിൽ കമ്പനി ഇൻഫോ എന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ക്രിയേറ്റ് കമ്പനി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സോ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ കമ്പനി ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ എങ്ങനെയാണ്, കമ്പനി ക്രിയേഷൻ വിൻഡോ എന്ന് പറയും. സോ ഈ വിൻഡോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നോക്കുന്നത് ഡയറക്ടറിയാണ്. ഡയറക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഡയറക്ടറി. സോ ഇവിടുത്തെ എൻ്റെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൽ പബ്ലിക് എന്ന ഫോൾഡറിൽ ടാലി ERP9 എന്ന ഫോൾഡറിന്റെ ഉള്ളിലത്തെ ഡാറ്റ എന്ന ഫോൾഡറിലാണ് എൻ്റെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. അതിനടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, we need to enter the name of the company. So I just put some names like Arun Private Limited. Then mailing name അത് തന്നെ വരും. പിന്നെ അതിന്റെ അഡ്രസ്സ് കൊടുത്തു, ജസ്റ്റ് മലപ്പുറത്ത് എവിടെയാണെന്ന് വെച്ചാൽ വളാഞ്ചേരി കൊടുക്കാം, വളാഞ്ചേരി കൊടുത്തു. Then we need to select the country. നമ്മുടെ കൺട്രി എന്താണ്, ഇന്ത്യ. So I select the country India. Then they ask me to select the state, which state I belong. So I put Kerala. Then they ask about the pin code. So I just give a rough pin code like 7676504. Then I put the number, just a fancy number, 4048328684882. That's fine. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യും, 9895774540. That's my number. And then email ID, കമ്പനിയിൽ ജസ്റ്റ് ഒരു ഇമെയിൽ ID കൊടുക്കാം, പ്രൈവറ്റ് ലിമിറ്റഡ് @gmail.com. ഇതായത് ജസ്റ്റ് ഇതൊക്കെ ഫേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇമാജിനേഷൻ ഉണ്ടാക്കുന്ന വാക്കുകളും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ മെയിൽ ID കൊടുക്കുക, www.arunprivatelimited.com. നമ്മൾ കമ്പനീന്റെ മെയിൽ ID കൊടുത്തു. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇതിനടുത്തതാണ് നമ്മൾ കമ്പനീന്റെ കുറച്ചുകൂടി ഫിനാൻഷ്യൽ ലെവലിലേക്ക് നോക്കുക, ബുക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇയേഴ്സിനെ പറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്. സോ ബുക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ യൂഷ്വലി നമ്മളെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുക. സോ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ തുടങ്ങിയിട്ടുള്ളത് നോക്കുക, ഫിനാൻഷ്യൽ ഇയർ നോക്കാം. സോ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ തന്നെയാണ് 2020. അതുപോലെ തന്നെ ഇതിന്റെ ബുക്ക് ബിഗിനിങ്ങും 1 ഏപ്രിൽ 2020 തന്നെയാണ് ബുക്ക് ബിൽഡിങ്ങും തുടങ്ങിയിട്ടുള്ളത്. സോ രണ്ടിനും സെയിം ആണ്. ചില സമയത്ത് നമ്മളെ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ ആണെങ്കിൽ പോലും നമ്മളെ കമ്പനി ബിഗിൻ ചെയ്യുന്നത് ഇപ്പോൾ ഡിസംബറിലൊക്കെ ആണെങ്കിൽ 1 ഡിസംബറിലാണ് നമ്മളെ കമ്പനി ബിഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ വി നീഡ് ടു പുട്ട് ലൈക്ക് ദിസ് ഫിനാൻഷ്യൽ ജസ്റ്റ് സെക്കൻഡ്സ്. നമ്മൾ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചോളൂ, 12 ഡിസംബർ 2020. സോ 12-ാം തീയതിയാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്.
ഇതൊരു ഫോർവേഡ് നമ്പർ ആയതുകൊണ്ട് ചെറിയ പ്രശ്നമൊന്നും 2/12/2020. ഓക്കെ, നമുക്ക് പറഞ്ഞു ഓർത്തില്ല. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക 1 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത് 31 മാർച്ചിൽ എൻഡ് ചെയ്യും. സോ അതാണ് ഫിനാൻഷ്യൽ ഇയർ. പക്ഷെ ബുക്ക് ബിഗിനിങ് അല്ലെങ്കിൽ കമ്പനീന്റെ ബിഗിനിങ്സ് ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ദി ഫിനാൻഷ്യൽ ഇയേഴ്സും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നാണ് കമ്പനി ബിഗിൻ ചെയ്യുന്നത് ആ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ബിഗിനിങ് ഡേറ്റ് എന്ന രീതിയിൽ കൊടുക്കാം, നോ പ്രോബ്ലം. ദെൻ അടുത്തതാണ് നമ്മളെ വാലറ്റ്, ടാലി വാലറ്റ് എന്ന സ്പേസ്. ടാലി വാലറ്റ് എന്ന പേജിൽ നമ്മൾ എന്ത്, വി നീഡ് ടു ഗീവ് ദി ടാലി പാസ്വേഡ്. അതായത് നമ്മൾ ഡാറ്റയെ ഒന്ന് എൻക്രിപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പാസ്വേഡ് കൊടുക്കണം. സോ ഞാൻ ഒരു ഉദാഹരണം സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ്, എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്തു. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പാസ്വേഡ് ടാലി പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ, നമ്മൾ ഈ കമ്പനിയുടെ ഡാറ്റ എന്ത് ചെയ്യും, ഒരു എൻക്രിപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ എൻക്രിപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ നമ്മൾ ഈ പാസ്വേഡ് വേണം. പാസ്വേഡ് ഇല്ലാതെ മറ്റൊരാൾക്ക് നമ്മൾ ഈ ടാലി അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇൻഫർമേഷനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തതാണ് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ. ഇവിടെ നോ യെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ TSS ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ സെക്യൂരിറ്റീസും അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വേണ്ടിയിട്ട്. സോ വി നീഡ് ടു ഗീവ് ദി അഡ്മിനിസ്ട്രേഷൻ നെയിം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് അഡ്മിനിസ്ട്രേഷൻ നെയിം നൽകണം. ദെൻ അതിനുള്ള പാസ്വേഡ് കൊടുക്കണം, ലോഗിൻ പാസ്വേഡ് കൊടുക്കണം. ദെൻ പാസ്വേഡ് എൻ്റർ ചെയ്യണം. വീണ്ടും എപ്പോഴും നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് ഇടാൻ നല്ലത് ടാലിയിലേക്ക്. ദെൻ അവർ പറയുന്നുണ്ട് നമ്മൾ അടുത്ത എൻ്റർ ചെയ്യും അല്ലെങ്കിൽ ടാബ് നിൽക്കുമ്പോൾ തന്നെ, അടുത്തതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ടാബ് നിൽക്കുമ്പോൾ തന്നെ forgetting your password will render your data inaccessible. നമ്മൾ ഈ പാസ്വേഡ് മറക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ചോദിക്കാൻ നമ്മളോട് ടാലിയുടെ ഓഡിറ്റിംഗ് ഫീച്ചർ ആവശ്യമുണ്ടോ? നമുക്ക് അതിന് ആവശ്യമില്ല. ഡിസ്അലോ ദി ഓപ്പണിംഗ് ഇൻ എഡ്യൂക്കേഷൻ മോഡ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അടുത്തതിലേക്ക് വരാം. അടുത്തൊന്ന് കറൻസിന്റെ കാര്യങ്ങളാണ്. കറൻസി സിമ്പിൾ അല്ലെങ്കിൽ കറൻസി ബേസ് കറൻസി ഇൻഫർമേഷൻ എന്ന് പറയും ഈ ഒരു കാറ്റഗറീനെ. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മളെ റുപ്പീന്റെ സിമ്പിൾസ് ഉണ്ട്. ഏത് കറൻസിയാണ് ആ കറൻസിന്റെ സിമ്പിൾ. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഇന്ത്യ ആയതുകൊണ്ട് നമ്മുടെ കറൻസി എന്താണ്, റുപ്പിയാണ്. റുപ്പിന്റെ സിമ്പിളാണ് കാണിച്ചിട്ടിരിക്കുന്നത്. അതിനർത്ഥം അത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമൽ നെയിം, റുപ്പീന്റെ ഫോർമൽ നെയിമാണ് ഇന്ത്യൻ റുപ്പി. സോ INR എന്ന് പറയും. ദെൻ സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്, അതായത് എമൗണ്ടിന്റെ മുന്നേ നമുക്ക് സിമ്പിൾ നൽകണോ? ഇവിടെ നോ എന്നാ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എസ് എന്ന് നൽകാം. ദെൻ ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. സിമ്പിളിന്റെയും എമൗണ്ടിന്റെയും നടുവിൽ സ്പേസ് വേണമെന്ന് ചോദിക്കുന്നു. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗിവ് ദി സിമ്പിൾ. ഐ പുട്ട് എസ് ദർ. ഇത് ഡിഫോൾട്ട് ആയിട്ട് എസ് തന്നെ ഉണ്ട് ഓൾറെഡി. ദെൻ അടുത്തതാണ് ഷോ എമൗണ്ട് ഇൻ മില്യൻസ്. അതായത് നമ്മളെ കയ്യിലുള്ള എമൗണ്ട്സുകൾ ഉണ്ട്, നമ്മളെ റെക്കോർഡിലൊക്കെ ഉള്ള എമൗണ്ട്സുകൾ അത് മില്യണിൽ കാണിക്കണം. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കാണിക്കണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് നോ എന്ന് കൊടുക്കാം. ഇതിനടുത്തതാണ് നമ്പർ ഓഫ് ഡെസിമൽ സ്പേസ് പ്ലേസ്. അപ്പൊ എത്ര ഡെസിമൽസ് വേണം? അപ്പൊ ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണെങ്കിൽ 100 എന്ന് കഴിഞ്ഞിട്ട് 0.00, ഇതാണ് 2 ഡെസിമൽസ് എന്ന് പറയാറ്. സോ ഈ ഡെസിമലിന്റെ പേരാണ് പൈസ എന്നത്. 100 രൂപ ഡോട്ട്. ഉദാഹരണം 100.25 എന്ന് പറഞ്ഞാൽ എന്താ, 100 രൂപ 25 പൈസ എന്ന് പറയാം. സോ അത് നമ്പർ ഓഫ് ഡെസിമൽ സ്പേസ് ഇവിടെ 2 നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ വേർഡ് റെപ്രസെന്റിങ് എമൗണ്ട് ആഫ്റ്റർ ദി ഡെസിമൽ, അതായത് എമൗണ്ടിന് ശേഷമുള്ള ഡെസിമൽ എമൗണ്ടിനെ പറയുന്ന പേരെന്താണ്, പൈസ എന്ന് പറയും. ദെൻ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഫോർ എ എമൗണ്ട് ഇൻ വേർഡ്, അത് എത്ര എമൗണ്ട് ഇൻ വേർഡിന്റെ എത്രത്തോളം സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡെസിമൽസ് ഉണ്ട്. ദാറ്റ്സ് 2. നമുക്ക് ആകെ 2 തന്നെ ഉള്ളൂ അപ്പോഴും ഇപ്പോഴും. ദെൻ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ മിനിറ്റ് ക്ലിയർ ആയിട്ട് ഇത്ര ഡാറ്റാസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ചോദിക്കും കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യട്ടെ രീതിയിലാണ്. അപ്പം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വൈ എന്ന് ക്ലിക്ക് ചെയ്യും. അപ്പൊ ഈ കമ്പനി എന്ത് ചെയ്തു, ക്രിയേറ്റ് ആയി. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ്വേ ടാഗിലേക്ക് വരിക. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. കമ്പനി ക്രിയേഷൻ എങ്ങനെയാണ്, കമ്പനി ക്രിയേഷന്റെ എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നോക്കിയത്. സോ ഇത് ചെയ്യാനുള്ള നിങ്ങൾക്ക് അസൈൻമെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ടിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.